പ്രൈസ് ദി ലോർഡ്. നാം വീണ്ടും നമ്മുടെ വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് വരികയാണ്. അന്ത്യകാല സംഭവങ്ങൾ ചുരുളഴിച്ച് കാണിക്കുന്ന വേദപുസ്തക പ്രവചനങ്ങളിൽ അതിപ്രധാനപ്പെട്ടതാണ് വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങൾ എന്നുള്ളത് ഈ ദിവസങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ത്യകാലത്തെപ്പറ്റിയും പ്രത്യേകിച്ച് അന്ത്യകാലഘട്ടത്തിലെ ഒരു പ്രധാന കാലഘട്ടമായ മഹോപദ്രവകാലത്തെപ്പറ്റിയും മഹോപദ്രവകാലത്തിൽ വെളിപ്പെടുവാനിരിക്കുന്ന ഭൂമിയുടെ രാഷ്ട്രീയ സ്ഥിതിയെപ്പറ്റിയും ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളെപ്പറ്റിയും പരാമർശിക്കുന്ന ഭാഗങ്ങളാണ് ഈ ദിവസങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഭാഗത്തിൻ്റെ മുഖവര പറയുമ്പോൾ ഓർമ്മിപ്പിച്ച ഒരു കാര്യം ഈ ക്ലാസ്സിൽ ഒരു പ്രാവശ്യം കൂടെ എടുത്തു പറയണം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തക പ്രവചനങ്ങളൊന്നും വേദപുസ്തകത്തിലെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതും അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തിൽ മാത്രം പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയുന്നതുമല്ല. മറിച്ച് പ്രവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയും പ്രവചനത്തിൻ്റെ പൂർത്തിയായ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മുടെ മനസ്സിലാക്കലിന് വേണ്ടിയും പ്രവചന ഭാഗങ്ങൾ വേദപുസ്തകത്തിലെ ഇതര പ്രവചന പുസ്തകവുമായി കോർത്തിണക്കിയാണ് വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിലെ അന്ത്യകാല സംഭവങ്ങളെപ്പറ്റി പ്രവചിച്ചിരിക്കുന്ന ഇതേ കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാളും വിപുലമായി അല്പം കൂടെ ആഴത്തിലും വ്യാപ്തിയിലും നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കത്തക്ക രീതിയിൽ വേദപുസ്തകത്തിലെ ഇതര പുസ്തകങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് അന്ത്യകാലത്തെപ്പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളുടെ നമ്മളുടെ ക്ലാസ്സുകളിൽ പരാമർശിക്കുന്നതായ എതിർ ക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം എന്ന വിഷയം. ഇതിനെപ്പറ്റി ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുള്ള 2 പ്രവചന ഭാഗങ്ങൾ ആണ് നാം ഇന്ന് കാണാൻ പോകുന്നത്. അന്ത്യകാലം സംഭവിക്കുമെന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രഹസ്യ പ്രത്യക്ഷതയ്ക്ക് ശേഷം സഭയുടെ ഉൽപ്രാവണത്തോടുകൂടി ഈ ഭൂമിയിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണം ആരംഭിക്കുമെന്നും ഉള്ള കാര്യങ്ങളാണ് നാം ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെപ്പറ്റി ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രവചന ഭാഗങ്ങൾ ഇന്ന് നാം വളരെ സൂക്ഷ്മമായി പഠിക്കാൻ പോകുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളുടെ ഒരു പ്രാധാന്യത, ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ പ്രോഗ്രസീവ് റെവലേഷൻ എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ നാം പഠിച്ചും ചിന്തിച്ചും ഗ്രഹിച്ചും മനസ്സിലാക്കിയും പഠിപ്പിച്ചും മനസ്സിലാക്കിച്ചും കൊണ്ടിരുന്നതിൽ നിന്ന് പലപ്പോഴും അല്പം കൂടെ മുൻപോട്ട് നീങ്ങി നാം ചിന്തിക്കേണ്ട, ഗ്രഹിക്കേണ്ട, പഠിക്കേണ്ട ആവശ്യകത വേറൊരു കാലഘട്ടത്തിലാകുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ വരെ പഠിച്ച കാര്യങ്ങളെ തെറ്റെന്ന് പറയുന്നതിനല്ല ഞാൻ ശ്രമിക്കുന്നത്. മറിച്ച് 20-ാം നൂറ്റാണ്ടിൽ വരെ നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അല്പം കൂടെ മുൻപോട്ട് കടന്ന് 21-ാം നൂറ്റാണ്ടിൽ താമസിക്കുന്ന നാം പ്രവചനം വ്യാഖ്യാനിച്ച് പഠിക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അന്ത്യകാലത്തെപ്പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം എന്ന വിഷയത്തിന് ഉപോദ്ബലകമായി ദാനിയേലിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് ദാനിയേൽ പ്രവചനത്തിലെ നെബൂഖദ്നേസർ കണ്ട സ്വപ്നമാണ്. നെബൂഖദ്നേസർ കണ്ട വലിയ ബിംബത്തെ പറ്റിയുള്ള സ്വപ്നത്തിൽ അവിടെ പ്രസ്താവിക്കുന്ന കാര്യം, അതിൻ്റെ ആ ബിംബത്തിൻ്റെ കാല് നിൽക്കുന്നയിടം, അതിൻ്റെ കാലിൽ കൈ തൊടാതെ ഒരു കല്ല് വന്ന് അടിച്ച് ബിംബത്തെ തകർത്ത് ആ ബിംബം തകർന്നു പോവുകയും ആ കല്ല് വലുതായി തീർന്ന് അത് വലിയ പർവ്വത സമാനമായി മാറുന്ന ഒരു രംഗമാണ്. ഇത് തീർച്ചയായിട്ടും അന്ത്യകാലത്തെ പറ്റിയുള്ള പ്രവചനമാണ് എന്ന് നമുക്കറിയാം. അന്ത്യകാലത്തെ പറ്റിയുള്ള പ്രവചനമാണെന്ന് അവിടെ വ്യക്തമായി ഈ കാര്യം വെളിപ്പെടുത്തുമ്പോൾ തന്നെ പറയുന്നുമുണ്ട്. ഇനി മറ്റൊരു ഭാഗം, ദാനിയേല് താൻ ബാബിലോണിലായിരുന്നപ്പോൾ ഇസ്രയേലിൻ്റെ പ്രവാസകാലത്തെ പറ്റി തനിക്കുള്ള ആകുല ചിന്തകൾ ദൈവസന്നിധിയിൽ നിരത്തി വെച്ചുകൊണ്ട് എന്നാണ് ഇസ്രയേലിൻ്റെ പ്രവാസം അവസാനിച്ച് അവരവരുടെ സ്വന്തം നാട്ടിൽ തിരിച്ചു പോകുവാൻ കഴിയുന്നത് എന്നുള്ളതിനെപ്പറ്റി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന സമയത്ത്
ഇസ്രയേലിൻ്റെ പ്രവാസത്തിൻ്റെ അന്ത്യകാലം മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ അന്ത്യം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെപ്പറ്റി സ്വർഗസ്ഥനായ ദൈവം ഉത്കൃഷ്ടമാനസനായ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ ദാനിയേൽ പ്രവചനത്തിൻ്റെ വേറൊരു ഭാഗത്ത് നാം കാണുന്നുണ്ട്. ഈ രണ്ട് ഭാഗത്തുനിന്നും നാം ഗ്രഹിക്കേണ്ടതും ഗ്രഹിച്ചിരിക്കുന്നതും എന്നാൽ ഒരുപക്ഷെങ്കിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതുമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ ക്ലാസ്സിലെ പരാമർശം. അതിനാധാരമായിട്ട് നമുക്ക് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ദാനിയേൽ നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തെ നെബൂഖദ്നേസറിന് വെളിവാക്കി കൊടുക്കുന്ന ഭാഗങ്ങളാണ്. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ച് തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ച് കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമിയിൽ ഒക്കെയും നിറഞ്ഞു. ഇതത്ര സ്വപ്നം. അർത്ഥവും അടിയങ്ങൾ തിരുമനസ് അറിയിക്കാം. രാജാവ് തിരുമനസ്സുകൊണ്ട് രാജാധിരാജാവാകുന്നു. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ തന്നു. എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതിയായിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ. തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും സർവഭൂമിയും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വം ഉത്ഭവിക്കും. നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയെ ഒക്കെയും ഇടിച്ച് തകർത്ത് കളയും. കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ അത് ഒരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. കാൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ട് ആയിരുന്നതുപോലെ രാജ്യത്വം ഒട്ട് ബലമുള്ളതും ഒട്ട് ഉടഞ്ഞു പോകുന്നതുമായിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിൻ്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്ന പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിച്ചു കൊടുക്കയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈതൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിൻ്റെ താല്പര്യമോ മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവും ആകുന്നു. നെബൂഖദ്നേസർ രാജാവിനെ ദാനിയേല് നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തിൻ്റെ സ്വപ്നവും അർത്ഥവും വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന രംഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ലോകത്തിൽ സംഭവിക്കുവാനിരിക്കുന്ന മഹാസാമ്രാജ്യങ്ങളെപ്പറ്റിയും ആ സാമ്രാജ്യങ്ങളുടെ ഭരണരീതിയെപ്പറ്റിയും ഈ സാമ്രാജ്യങ്ങളുടെ ഭരണത്തിൻ്റെ അവസാന കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഇവയെ തകർത്ത് കളഞ്ഞിട്ട് ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യം സ്ഥാപിക്കും എന്നുള്ളതിനെ പറ്റിയുമാണ് ഇവിടെ പ്രസ്താവിച്ച് കേട്ടത്. അതിൻ്റെ വ്യാഖ്യാനം അവിടെ തന്നെ പറഞ്ഞു. തനിത്തങ്കം കൊണ്ടുള്ള തല നിശ്ചയമായും അത് നെബൂഖദ്നേസറിൻ്റെ
ബാബിലോൺ സാമ്രാജ്യം. തങ്കം പോലെ പ്രശോഭിതമായ തിളക്കമാർന്ന സാമ്രാജ്യമായിരുന്നു നെബൂഖദ്നേസറിൻ്റെ ബാബിലോൺ സാമ്രാജ്യം. ഈ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അവസാനത്തോടുകൂടി ബാബിലോൺ സാമ്രാജ്യത്തോളം തിളക്കമല്ലാത്ത രണ്ടാമത് ഒരു സാമ്രാജ്യമുണ്ടായി. ബാബിലോൺ സാമ്രാജ്യം ലോകത്തിലെ ഒട്ടനവധി രാജ്യങ്ങളെ അടക്കി ഭരിച്ചിരുന്ന പ്രബലമായൊരു സാമ്രാജ്യമായിരുന്നെങ്കിൽ രണ്ടാമത്തെ സാമ്രാജ്യത്തെ പറ്റി അത് ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന സാമ്രാജ്യമാണ് എന്ന് പറഞ്ഞിട്ടില്ല. തങ്കത്തേക്കാൾ വെള്ളി ശോഭ കുറഞ്ഞതായിരിക്കുന്നത് പോലെ ബാബിലോണിനേക്കാൾ പ്രഭ കുറഞ്ഞ രണ്ടാമത്തെ സാമ്രാജ്യം ലോകത്തുണ്ടായതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് മേദ്യ പാർസ്യ സാമ്രാജ്യമാണ്. ബാബിലോണിൽ നിന്ന് മേദ്യ പാർസ്യ സാമ്രാജ്യം അധികാരമേറ്റെടുത്തു. എന്നാൽ മേദ്യ പാർസ്യ സാമ്രാജ്യത്തിന് ബാബിലോണോളം പ്രബലമായി ഭരിക്കുവാൻ കഴിഞ്ഞില്ല. ലോകം മുഴുവൻ ഭരിക്കുന്ന സാമ്രാജ്യമായിരിക്കും അതെന്ന് ഇവിടൊട്ട് പറഞ്ഞിട്ടുമില്ല. മേദ്യ പാർസ്യ സാമ്രാജ്യം കഴിഞ്ഞ് മൂന്നാമത് വരുവാനിരിക്കുന്ന സാമ്രാജ്യത്തെ പറ്റി പറഞ്ഞത് അത് ലോകം മുഴുവൻ ഭരിക്കുവാൻ പോകുന്ന സാമ്രാജ്യമെന്നാണ്. അത് താമ്രം പോലെ ബലമുള്ള സാമ്രാജ്യം. അതായിരുന്നു യവന സാമ്രാജ്യം. മഹാനായ അലക്സാണ്ടറിൻ്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ യവന സംസ്കാരം കൊണ്ട് നിറയ്ക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ലോകം മുഴുവനും യവന ഭരണത്തിന് കീഴിൽ വരണമെന്നതും യവന ഭാഷയും സാഹിത്യവും സംസ്കാരവും ലോകഭാഷയും സാഹിത്യവും സംസ്കാരവും ആക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ചെറുപ്പക്കാരനായ അലക്സാണ്ടർ ചക്രവർത്തി ആരംഭിച്ച ആ ലോക പര്യടനം. അതിൻ്റെ ഫലമായി ലോകത്തിൻ്റെ ഒരു നല്ല ഭാഗവും സംസ്കൃത ലോകത്തിൻ്റെയും സംസ്കാര സമ്പൂർണമല്ലാത്ത ലോകത്തിൻ്റെയും ഒരു നല്ല ഭാഗം മുഴുവൻ പിടിച്ചെടുത്ത യവന സാമ്രാജ്യം ലോകത്തിൽ കൊടികട്ടി വാണ ഒരു കാലമുണ്ടായിരുന്നു. അലക്സാണ്ടർക്ക് ശേഷം സാമ്രാജ്യം തകർന്നുപോയി, അത് വിഭജിക്കപ്പെട്ടു. ആ കാര്യങ്ങളെ പറ്റിയുള്ള പ്രവചനങ്ങളും വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. യവന സാമ്രാജ്യത്തെ പറ്റി പറഞ്ഞത് ലോകം മുഴുവൻ ഭരിക്കുമെന്നായിരുന്നു. അതിനുശേഷം വന്ന മൂന്നാമത്തെ സാമ്രാജ്യം അത് ഇരുമ്പ് പോലെ ബലമുള്ളത്. ഇരുമ്പ് പോലെ ബലമുള്ള ആ സാമ്രാജ്യത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് അത് സകലത്തെയും തകർക്കുമെന്നാണ്. അതിനു മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. ലോകത്തിലെ ഒരു മനുഷ്യൻ്റെ ശക്തിക്കും പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത രീതിയിൽ അജയ്യമായി ലോകത്തെ 400-ലധികം വർഷങ്ങൾ അടക്കി വാണ പ്രബലമായ സാമ്രാജ്യമായിരുന്നു റോമാ സാമ്രാജ്യം. ആ റോമാ സാമ്രാജ്യത്തെയാണ് ഇരുമ്പ് കൊണ്ടുള്ള ബിംബത്തിൻ്റെ തുട നമ്മെ കാണിക്കുന്നത്. ഈ റോമാ സാമ്രാജ്യത്തിന് ശേഷം അടുത്ത് വരുന്നത് കാൽവിരലുകളും പാദം പാതി കളിമണ്ണ് കൊണ്ടും പാതി ഇരുമ്പ് കൊണ്ടും ചേർന്നതാണ്. ഇതിനെപ്പറ്റി നാം വ്യാഖ്യാനിച്ച് പഠിക്കുന്നത് ഇത് ജനാധിപത്യ രാജ്യങ്ങളുടെ ഭരണമെന്നാണ്. ജനാധിപത്യത്തിൽ രാജരക്തമുള്ളവരും ഇല്ലാത്തവരും, മഹാന്മാരും ശ്രേഷ്ഠന്മാരും, ശ്രേഷ്ഠതയില്ലാത്തവരും മഹത്വമില്ലാത്തവരും, ഉന്നതന്മാരും താണവരും ഒരുമിച്ചിടകലർന്ന് ഭരിക്കുന്ന ഭരണമായതുകൊണ്ട് അത് ഇരുമ്പും കളിമണ്ണും പോലെ ഇടകലർന്ന ഭരണമായിരിക്കും എന്ന് വളരെ അനായാസമായി നാം വ്യാഖ്യാനം ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ, ആ വ്യാഖ്യാനം ശരിയാണെങ്കിൽ, ജനാധിപത്യ ഭരണകാലം നടക്കുമ്പോൾ ജനാധിപത്യ ഭരണകാലമെന്ന അല്ലെ ജനാധിപത്യ ഭരണമെന്ന ഇരുമ്പും കളിമണ്ണും കൂടെ ഇടകലർന്ന പോലെയുള്ള ആ ഭരണകാലഘട്ടത്തിൻ്റെ തകർച്ചയോടുകൂടി, അല്ലെങ്കിൽ ആ ഭരണത്തെ തകർത്തുകൊണ്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് കൈ തൊടാതെ കല്ല് പറന്നു വന്ന് ഇതിനെ തകർത്ത് കളഞ്ഞിട്ട് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സാമ്രാജ്യം, അജയ്യമായ ദൈവരാജ്യം സ്ഥാപിക്കണം. ഇവിടെ സംശയം ഉയർത്താവുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. എന്താണ് സംശയം ഉയർത്താവുന്ന ഒരു പ്രധാന കാര്യം? സംശയം ഉയർത്താവുന്ന പ്രധാന കാരണം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന, വീണ്ടും വീണ്ടും പറയുന്നത്, എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് കൈ തൊടാതെ കല്ല് പറന്നു വന്ന് ലോക സാമ്രാജ്യങ്ങളെ തകർത്ത് കളയുമെന്ന,
എതിർ ക്രിസ്തുവിനെ പറ്റിയും അവൻ കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോകുമെന്ന. അപ്പോൾ ജനാധിപത്യ ഭരണകാലത്ത് യേശു ക്രിസ്തു എന്ന കൈ തൊടാത്ത കല്ല് പറന്നു വന്ന് ഭൂമിയിലെ രാജ്യങ്ങളെ തകർത്ത് കളഞ്ഞ് ഭരണം ഏറ്റെടുക്കുകയാണെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കാലം പിന്നെ എവിടെയാ? എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്തിനുള്ള സ്ലോട്ട്, അതിനുള്ള ഇടം നാം അറിഞ്ഞോ അറിയാതെയോ മറന്നു കളഞ്ഞ് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞാണ് പ്രവചനം അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഇരുമ്പും കളിമണ്ണും കൊണ്ട് ഇടകലർന്ന ഭരണമായ ജനാധിപത്യ ഭരണകാലത്താണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കൈ തൊടാത്ത കല്ലായി പറന്നു വന്ന് ഈ ലോക സാമ്രാജ്യങ്ങളെ തകർത്ത് കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത് എന്നുള്ള നമ്മുടെ വ്യാഖ്യാനത്തിൻ്റെ തെറ്റ് അവിടെയാണ്. ഈ ഭാഗം അല്പം കൂടെ ആഴമായി പഠിക്കുന്നതിന്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെപ്പറ്റി അല്പം കൂടെ വ്യക്തമായി പഠിക്കുന്നതിന് നമുക്ക് ദാനിയേൽ പ്രവചനത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ദാസനായ ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ ലോകത്തിൻ്റെ അന്ത്യത്തെപ്പറ്റി, അന്ത്യകാലത്തെപ്പറ്റി ദാനിയേലിന് ദൈവം പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. നീ ഏറ്റവും പ്രിയനാകയാൽ, 9-ാം അധ്യായത്തിൻ്റെ 23 മുതൽ, നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു. നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നുമിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചു കൊള്ളുക. ഇനി അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അതിക്രമത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീഥിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവനാരും ഇല്ലെന്ന് വരും. ഇവിടെ ദാനിയേൽ അന്ത്യകാലത്തെ പറ്റി, അല്ലെങ്കിൽ തൻ്റെ ജനത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി അറിയുന്നതിന് ദൈവസന്നിധിയിൽ ആകാംക്ഷയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗസ്ഥനായ ദൈവം തീരുമാനിച്ചു, ഏറ്റവും പ്രിയപുരുഷനായ ഈ ദാനിയേലിന് അന്ത്യകാല സംഭവങ്ങളെ പറ്റി വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഉചിതമാണ് എന്ന്. അതുകൊണ്ട് ദൈവം തൻ്റെ ദൂതനെ അയച്ച് ദാനിയേലിനോട് സംസാരിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ പ്രവാസകാലത്തിൻ്റെ അന്ത്യം മാത്രമല്ല, ലോകത്തിൻ്റെ അന്ത്യം തന്നെ എങ്ങനെ ആയിരിക്കും എന്ന് ദാനിയേലിനെ ഗ്രഹിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. ദാനിയേലിനോട് പറഞ്ഞു, ഇസ്രയേലിന് ഈ പ്രവാസത്തിൽ നിന്ന് വിടുതൽ കൽപ്പിക്കുന്ന ഒരു ദിവസം വരും. അന്ന് മുതൽ നീ മുൻപോട്ട് 70 ആഴ്ചവട്ടം എണ്ണണം. എൻ്റെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതായിരുന്നു, ഒരാഴ്ചവട്ടം എന്നുള്ളത് യഹൂദൻ്റെ കണക്കിൽ 7 വർഷം. അങ്ങനെ 70 ആഴ്ചവട്ടം കാലം നീ എണ്ണണം. ആദ്യത്തെ 7 ആഴ്ചവട്ടം കൊണ്ട് യെരുശലേം പുതുക്കി പണിയപ്പെടും. യെരുശലേം പുതുക്കി പണിയപ്പെട്ടതിന് ശേഷമുള്ള 62 ആഴ്ചവട്ടങ്ങൾ കഴിയുമ്പോൾ, അതായത് 69 ആഴ്ചവട്ടമാകുമ്പോൾ 69 ആഴ്ചവട്ടമാകുമ്പോൾ അഭിഷക്തനായ പ്രഭു ഛേദിക്കപ്പെടും. അഭിഷക്തനായ പ്രഭു എന്നുള്ളതിന് മെസായ, മശിഹ, ക്രിസ്തു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്രിസ്തു ഛേദിക്കപ്പെടും, അവൻ ആരുമില്ലാതെ വരും എന്നുള്ള മലയാള പരിഭാഷയല്ല ശരി. ഇംഗ്ലീഷിലെ അവന് വേണ്ടി അല്ലതാനും. തീർച്ചയായിട്ടും മശിഹ ഛേദിക്കപ്പെട്ടത്, മശിഹ ക്രൂശിക്കപ്പെട്ടത് തനിക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് തൻ്റെ രക്തം കൊണ്ട് അനേകായിരങ്ങളെ തേജസ്സിലേക്ക് നടത്തുന്നതിന് അവരുടെ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകുന്നത് യുക്തമാണെന്ന് സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ നിശ്ചയിച്ചിരുന്നത് കൊണ്ട് പിതാവിൻ്റെ തിരുഹൃദയത്തിലെ നിർണയം നടപ്പാക്കുന്നതിനാണ് മശിഹ ഛേദിക്കപ്പെടുന്നതിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്. ഇത്
ദാനിയേൽ പ്രവചനത്തിൻ്റെ അന്ത്യകാലത്തിൻ്റെ കണക്കനുസരിച്ച് 69 ആഴ്ചവട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചു. 69 ആഴ്ചവട്ടം കഴിഞ്ഞപ്പോൾ അഭിഷക്തനായ പ്രഭു ഛേദിക്കപ്പെട്ടു. ഇനിയും സംഭവിക്കാനുള്ള കാര്യങ്ങൾ, അഭിഷക്തനായ പ്രഭു ഛേദിക്കപ്പെട്ടതിന് ശേഷം സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് ആദ്യം നാം വായിച്ചു കേട്ടോ. ഏതൊക്കെ? 1, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടണം. അതിക്രമങ്ങൾ ഇതുവരെ തടസ്സം ചെയ്യപ്പെട്ടിട്ടില്ല, പാപങ്ങൾക്ക് ഇതുവരെ മുദ്രയിട്ടിട്ടുമില്ല, അത് നമുക്കറിയാം. 2, അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും. അകൃത്യത്തിന് മുഴുവൻ പ്രായശ്ചിത്തം നടന്നിട്ടില്ല, നിത്യനീതി ഇതുവരെ നിലവിൽ വന്നിട്ടുമില്ല. ഇനിയും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും. നിർദർശനവും പ്രവചനവും മുദ്രയിടുക എന്നുള്ളത് അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇന്നും ദർശനവും പ്രവചനവും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അവസാനത്തത് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും. അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് യെരുശലേം ദേവാലയം പുതുക്കി പണിത ശേഷം യെരുശലേം ദേവാലയം ആരാധനയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കപ്പെടുന്ന സംഭവത്തിനാണ് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കണം ലോകാവസാനത്തിന് മുൻപ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ അഭിഷക്തനായ പ്രഭു ഛേദിക്കപ്പെട്ട ശേഷമുള്ള അടുത്ത ആഴ്ചവട്ടത്തിൽ സംഭവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അടുത്ത 7 വർഷങ്ങൾ സംഭവിക്കേണ്ടതാണ്. പക്ഷെ നമുക്കറിയാം അടുത്ത 7 വർഷം ഈ കാര്യം സംഭവിച്ചിട്ടില്ലെന്ന്. അടുത്ത 7 വർഷം പിന്നെ സംഭവിച്ചത് എന്താണ്? ഈ കാര്യങ്ങൾ നിറവേറേണ്ട 7 വർഷം അനിശ്ചിത ഭാവിയിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് കൃപയുടെ യുഗം ഈ ഭൂമിയിൽ ആരംഭിച്ചു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്ന ജനത്തിന് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി മാറുന്നതിനുള്ള സാവകാശവും അവസരവും അധികാരവും അവർക്കതിനുള്ള അംഗീകാരവും കൊടുത്തുകൊണ്ട് കൃപയുടെ യുഗം, സഭായുഗം, പരിശുദ്ധാത്മാവിൻ്റെ യുഗം ഈ ഭൂമിയിൽ ആരംഭിച്ചു. ഈ കൃപായുഗത്തെപ്പറ്റി, ഈ സഭായുഗത്തെപ്പറ്റി, ഈ പരിശുദ്ധാത്മയുഗത്തെപ്പറ്റി അതിന് മുൻപുള്ള വേദപുസ്തക പ്രവാചകന്മാർക്ക്, പഴയ നിയമ പ്രവാചകന്മാർക്ക് അറിയില്ലായിരുന്നു. പഴയ നിയമ പ്രവാചകന്മാർക്ക് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തെപ്പറ്റി വെളിപ്പെട്ടിട്ടുള്ള ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് യോവേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഔട്ട് പവറിങ്ങിനെ പറ്റി, പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്കിനെ പറ്റി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെപ്പറ്റി അല്ലാതെ ഈ കാലഘട്ടത്തിന്, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത പഴയ നിയമ പ്രവാചകന്മാർക്ക്, വിശുദ്ധന്മാർക്ക്, ദൈവമക്കൾക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശീകരിക്കപ്പെട്ടത് ദാനിയേൽ പറഞ്ഞ 69ാമത്തെ ആഴ്ചവട്ടവും, ഇനിയും ദാനിയേൽ പറഞ്ഞ അടുത്ത സംഭവങ്ങൾ നടക്കേണ്ട 70ാമത്തെ ആഴ്ചവട്ടം ഇതുവരെ ഭൂമിയിൽ ആരംഭിച്ചിട്ടില്ലാത്തതുമാണ്. അതെന്തുകൊണ്ട് ആരംഭിക്കാഞ്ഞത്? 69ാം ആഴ്ചവട്ടത്തിന് 70ാമത്തെ ആഴ്ചവട്ടത്തിന് ഇടയ്ക്ക് ദൈവം തൻ്റെ തിരുഹൃദയത്തിൽ മറ്റാർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത ഒരു രഹസ്യത്തിൻ്റെ, ഒരു മർമ്മത്തിൻ്റെ വെളിപ്പാടായ വേറൊരു കാലഘട്ടം ആരംഭിച്ചു. കൃപായുഗം. നാം ജീവിക്കുന്ന കൃപായുഗം. അതുകൊണ്ട് ഈ കൃപായുഗം അവസാനിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോട് ഒരുമിച്ച് കർത്താവിനെ സ്വീകരിക്കുന്നതിന് മേഘങ്ങളിൽ എടുക്കപ്പെടുന്നത് വരെ ഈ ഭൂമിയിൽ കൃപായുഗം തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ കൃപായുഗം എത്ര നാൾ ഈ ഭൂമിയിൽ തുടരുന്നു അത്രയും കാലം ദാനിയേലിലെ അവസാനത്തെ ആഴ്ചവട്ടമായി 70 ആഴ്ചവട്ടം വരത്തില്ല. അല്ലെങ്കിൽ 70 ആഴ്ചവട്ടത്തിൽ സംഭവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ ദാനിയേലിൻ്റെ അവസാനത്തെ 70 ആഴ്ചവട്ടത്തിൻ്റെ നിവർത്തീകരണം സഭായുഗത്തിൽ സംഭവിക്കത്തില്ല. സഭായുഗത്തിന് ശേഷമേ
സഭയുടെ ഉൽപ്രാപനത്തിന് ശേഷമേ ആ കാര്യം സംഭവിക്കത്തുള്ളൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ആ കാര്യം വളരെ വ്യക്തമായിരിക്കെ ഇനി പ്രവചനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക്, ഞാൻ ആദ്യം വായിച്ച ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ഏതാണ് ആദ്യം വായിച്ച ഭാഗം? നെബൂഖദ്നേസറിൻ്റെ സ്വപ്നത്തെ പറ്റിയുള്ള ഭാഗം. യെസ്, നെബൂഖദ്നേസറിൻ്റെ സ്വപ്നത്തെപ്പറ്റി വ്യാഖ്യാനിച്ച് നാം പറഞ്ഞപ്പോൾ ബാബിലോൺ സാമ്രാജ്യം വന്നു പോയി, മേദ്യ പാർശ്യ സാമ്രാജ്യം വന്നു പോയി, യവന സാമ്രാജ്യവും പ്രബലമായി വന്നു, അവസാനിച്ചു. അതിനുശേഷം ലോകത്തിൽ റോമാക്കാരുടെ ഇരുമ്പ് പോലെ ബലമായ സകലത്തെയും തച്ചുടച്ച് തകർത്ത് കളഞ്ഞ് തങ്ങളുടെ മേധാവിത്വത്തിന് വിരുദ്ധമായി ആർക്കും പ്രവർത്തിക്കുവാൻ സാധ്യമല്ലാത്ത അചഞ്ചലമായ റോമൻ സാമ്രാജ്യം 400-ലധികം വർഷങ്ങൾ ഭൂമി മുഴുവൻ അടക്കി ഭരിച്ചു. അതും നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ അവസാനത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ റോമാ സാമ്രാജ്യം നിലവിലിരിക്കുന്ന കാലത്താണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിൽ ക്രൂശിക്കപ്പെട്ടതും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് പെന്തക്കോസ്ത് നാളിൽ ദൈവസഭ ഈ ഭൂമിയിൽ ആരംഭിച്ചതും. ദൈവസഭ ഈ ഭൂമിയിൽ ആരംഭിക്കുന്നതോടുകൂടി 2 സാമ്രാജ്യങ്ങൾ ഈ ഭൂമിയിൽ ഒരുമിച്ച് നിലകൊള്ളുക. ഒന്ന് ഐഹികമായ റോമാ സാമ്രാജ്യം വളരെ ശക്തിയോടെയും മറ്റൊന്ന് ഐഹികമല്ലാത്ത ആത്മീയ സാമ്രാജ്യമായ ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ സഭ ഈ ഭൂമിയിൽ വളരുകയുമാണ്. സഭയുടെ വളർച്ചയ്ക്ക് ആദ്യ വർഷങ്ങളിൽ റോമാ സാമ്രാജ്യം എതിരായിരുന്നുവെങ്കിലും വർഷങ്ങളുടെ കടന്നുപോക്കിൽ സഭയുടെ വളർച്ചയിൽ റോമാ സാമ്രാജ്യത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്, ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് ശക്തിയോടെ ദൈവസഭ സ്ഥാപിച്ച് ശക്തിയോടെ ദൈവസഭ മുൻപോട്ട് പോകുന്ന ദൈവസഭയുടെ അചഞ്ചലമായ അജയ്യമായ മുൻപോട്ടുള്ള ജൈത്രയാത്രയാണത്. ദൈവസഭയുടെ ജൈത്രയാത്രയിൽ റോമൻ ഭരണകൂടത്തിന് മുട്ടുമടക്കേണ്ടി വന്നു. ദൈവസഭ ഈ ഭൂമിയിൽ വളരുവാൻ തുടങ്ങി. സഭാകാലഘട്ടം, അന്ന് തുടങ്ങിയ സഭാകാലഘട്ടം ഇന്ന് വരെ തീർന്നിട്ടില്ല. സഭാകാലഘട്ടത്തിലൊക്കെ ഈ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും രാജഭരണമായിരുന്നു. ഈ ലോകത്തുള്ള എല്ലാ ഭാഗത്തും രാജ്യഭരണമായിരുന്നു. ഈ പകുതി ഇരുമ്പും പകുതി കളിമണ്ണും കൂടെ ചേർന്നുള്ള ജനാധിപത്യ ഭരണം തുടങ്ങിയിട്ട് അത് പ്രബലമായിട്ട് 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. 1 നൂറ്റാണ്ട് തന്നെ ആയി എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയത്തില്ല. ലോകം ജനാധിപത്യ ഭരണത്തിലേക്ക്, ഇന്നും ജനാധിപത്യ ഭരണത്തിലേക്ക് ലോകത്തിലെ അനേക രാജ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇനിയും. അപ്പോൾ ജനാധിപത്യ ഭരണം അന്ന് ആരംഭിച്ചൊരു കാര്യമാണ്. എൻ്റെ പ്രതിപാദ്യ വിഷയം നാം ആദ്യം പറഞ്ഞ ഭാഗത്ത് 69-ാമത്തെ ആഴ്ചവട്ടത്തിനും 70-ാമത്തെ ആഴ്ചവട്ടത്തിനും ഇടയ്ക്ക് ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ടെന്നും അത് സഭാകാലഘട്ടമാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അതേ പ്രതിപാദ്യ വിഷയം ഈ ഭാഗത്തും പ്രായോഗികമാണ്. ഏത് ഭാഗത്ത്? റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ച അല്ലെങ്കിൽ അതിൻ്റെ അവസാനവും, അടുത്തത് സഭയുടെ ഉൽപ്രാപണവും, അല്ലെങ്കിൽ ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതുപോലുള്ള ഭരണവും. ഇതിന് തമ്മിലും ഇടയ്ക്കൊരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. ഏത് രണ്ടിനും ഇടയ്ക്ക്? റോമാ സാമ്രാജ്യത്തിനും അതിനുശേഷം കൈതൊടാതെ വരുന്ന കല്ലുകൊണ്ട് തകർന്നു പോകേണ്ട ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാത്തതുപോലെ ഇടകലർന്നുള്ള ആ ഭരണമുണ്ടല്ലോ, ആ ഭരണത്തിനും ഇടയ്ക്ക് ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ട്. ആ ബ്രാക്കറ്റ് പീരീഡാണ് നാം ഇന്ന് ജീവിക്കുന്ന ഈ സഭായുഗം എന്ന് പറയുന്നത്. ഇനിയും അങ്ങനെയാണെങ്കിൽ ഈ സഭായുഗത്തിലല്ല നിശ്ചയമായും കൈതൊടാതെ കല്ല് പറന്നു വന്ന്
ലോക സാമ്രാജ്യങ്ങളെ തകർത്ത് കളയാൻ പോകുന്നത്. മറിച്ചോ സഭായുഗത്തിന് ശേഷം നാം അധിവസിക്കുന്ന, നാം ജീവിക്കുന്ന ഈ സഭായുഗത്തിന് ശേഷം ഈ ലോകത്തിലൊരു ഭരണമുണ്ടാകും. ആ ഭരണമാണ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം. ആ ഭരണമാണ് ഇരുമ്പും കളിമണ്ണും കൂടെ ഇടകലർന്ന ഭരണമെന്ന് പറയുന്നത്. ഇനി നിങ്ങൾ വ്യാഖ്യാനിച്ച് ലോക രാഷ്ട്രീയ ഘടനകളിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം ഇരുമ്പ് പോലെ ബലമുള്ള ഒന്ന്, രണ്ടാമത്തെ ഭാഗം കളിമണ്ണ് പോലെ ബലമില്ലാത്ത ഒന്ന്. ഇനിയും എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ തമ്മിൽ ചേരുവാൻ യാതൊരു സാധ്യതയുമില്ലാത്ത 2 പേർ ഒരുമിച്ച് വരും. ലോകത്തിൽ ഇന്നവരുണ്ട്, ആ 2 കൂട്ടരും ഇന്നുണ്ട്. പക്ഷെ അവർ തമ്മിൽ ഒരിക്കലും ഒരു കാരണവശാലും ഒരിടത്തും ഒരുമിച്ച് ചേർന്ന് വരാൻ യാതൊരു സാധ്യതയുമില്ല. നാം എത്ര ചിന്തിച്ചു നോക്കിയാലും ഇവർ തമ്മിൽ ഒരുമിച്ച് വരാൻ എന്താണ് സാധ്യതയെന്ന് നാം ചിന്തിച്ചു പോകും. ഇരുമ്പും കളിമണ്ണും തമ്മിൽ ഒരിക്കലും യോജിക്കാത്തതുപോലെ ഇവർ തമ്മിൽ ഒരിക്കലും യോജിക്കത്തില്ല. ഒരിക്കലും യോജിക്കാൻ സാധ്യതയില്ലാത്ത ഈ 2 പേരെ ഉപായത്തിൽ വന്ന് കാര്യം സാധിക്കുന്ന ഉപായ എതിർ ക്രിസ്തു പറഞ്ഞു മനസ്സിലാക്കി ഒരുമിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ അംഗങ്ങളാക്കി, തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാക്കി, തനിക്ക് പിൻബലത്തിന് വേണ്ടി, തന്നെ മുൻപോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി തൻ്റെ ആളുകളായി അവരെ ലോകത്തിൽ കൊണ്ടുവന്ന് അവരുടെ നേതാവായി വരും. ആരുടെ നേതാവായി? മാനുഷിക ദൃഷ്ടിയിൽ നോക്കിയാൽ, മാനുഷികമായ നമ്മുടെ ധാരണകളിൽ, നമ്മുടെ മനസ്സിലാക്കലുകളിൽ നോക്കിയാൽ ഒരു കാരണവശാലും ഒരുമിച്ച് വരാൻ സാധ്യതയില്ലാത്ത ഈ ഭാഗം നിങ്ങൾ വീണ്ടും ശ്രദ്ധിച്ചോണം. എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് താത്വികമായി, ആദർശപരമായി, രാഷ്ട്രീയമായി, സാംസ്കാരികമായി ഒരു കാരണവശാലും ഒരുമിച്ച് കൈകോർക്കുവാൻ, ഒരുമിച്ച് വരുവാൻ സാധ്യതയില്ലാത്ത 2 കൂട്ടം ആളുകൾ ഒരുമിച്ച് വരും. അതായിരിക്കും എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത്. ആ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്തെ പറ്റിയാണ് ഇരുമ്പും കളിമണ്ണും ഇടകലർന്ന ഭരണകാലം എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ വളരെ വ്യക്തമായി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇന്നത്തെ ജനാധിപത്യ സംവിധാനമല്ല അത്. ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തെപ്പറ്റി, ഇന്നത്തെ ലോകത്തിൻ്റെ രാഷ്ട്രീയ ഗതികളെപ്പറ്റി ദാനിയേൽ പ്രവചനത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടില്ല എന്ന് പറയുവാൻ ഞാൻ നിർബന്ധിതനാകും. എന്തുകൊണ്ട്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 69-ാമത്തെ ആഴ്ചവട്ടത്തിനും 70-ാമത്തെ ആഴ്ചവട്ടത്തിനും ഇടയ്ക്കുള്ള ബ്രാക്കറ്റ് പീരീഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ദാനിയേൽ നിശബ്ദനായിരിക്കുന്നത് പോലെ നെബൂഖദ്നേസറിന് കൊടുത്ത സ്വപ്നത്തിലും ഈ ഒരു പീരിയഡ്, ഈ ഒരു കാലഘട്ടം നിശബ്ദമാണ്. ഏത് കാലഘട്ടം? റോമാ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലം വരെ ബ്രാക്കറ്റ് പീരീഡാണ്. ആ ബ്രാക്കറ്റ് പീരീഡിലെ ലോകത്തിൻ്റെ ഗതിയെപ്പറ്റി, ഭരണത്തെപ്പറ്റി അവിടെ പറഞ്ഞിട്ടില്ല. നാം ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിലേക്ക് വരികയാണ്. ഒരു പക്ഷെങ്കിൽ എൻ്റെ ഇന്നത്തെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ അല്പം ആശയക്കുഴപ്പം സൃഷ്ടിക്കതാണ് എന്ന് തോന്നിയേക്കാം. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം അല്പം കൂടെ ആഴത്തിൽ പ്രാർത്ഥനയോടെ വായിക്കുകയാണെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് നിശ്ചയമായി മനസ്സിലാക്കും. അപ്പോൾ എതിർ ക്രിസ്തു വരാൻ പോകുന്നത് ജനാധിപത്യ ഭരണകാലത്തിൻ്റെ അവസാനത്തായിരിക്കും. ജനാധിപത്യ ഭരണത്തിൻ്റെ, ഇന്ന് നിലനിൽക്കുന്ന ലോക ഭരണ സംവിധാനങ്ങളുടെ അവസാനം കുറിച്ചുകൊണ്ട് എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യാൻ തയ്യാറാകുകയും എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നതോടുകൂടി ഇന്നത്തെ ലോകത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങൾ തകർന്നു പോകുകയും, മറിച്ച്, ഞാൻ ജനാധിപത്യം തകർന്നു പോകുമെന്ന് പറയുന്നില്ല, മറിച്ച് ഇരുമ്പും കളിമണ്ണും പോലെ പരസ്പരം യോജിക്കുവാൻ സാധ്യതയില്ലാത്ത ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു ഭരണകൂടം ഉണ്ടാക്കി അതിൻ്റെ നേതാവായി എതിർ ക്രിസ്തുവിനെ അവിടെ സ്ഥാപിക്കും. അവൻ്റെ ഭരണത്തിൻ്റെ, എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ 7-ാമത്തെ വർഷം, അതിൻ്റെ അവസാനം കൈ തൊടാത്ത കല്ലായി മശിയ പറന്നു വന്ന് അതിനെ തകർത്ത് പൊടിച്ച് കാറ്റിൽ പറത്തിക്കളഞ്ഞിട്ട്
മഹാപർവ്വതം പോലെ അചഞ്ചലമായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യം, ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ സ്ഥാപിക്കും. അന്ന് രാജ്യത്തിൽ കർത്താവിനോടുകൂടെ ഭരിക്കുവാൻ, കർത്താവിനോട് വസിക്കുവാൻ നമുക്ക് അവകാശമുണ്ടാകേണ്ടതിന്, നമുക്ക് ഭാഗ്യമുണ്ടാകേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.